സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ കണ്ട കുസ്തയായി ഈശോയിനെ എനിക്ക് ഏറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് അന്ധന്റെ കണ്ണുകളെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിനക്ക് വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ. അപ്പോൾ മുതൽ അവൻ കണ്ടു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മുടെ മുൻപിൽ അന്ധകാരമാണ്. നമ്മുടെ പ്രതിസന്ധികളിലൊക്കെ നമ്മുടെ കണ്ണുകളിലെ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുന്നത് പോലെയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം അന്ധകാരമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ നാളെ പ്രതിവിധിയില്ലാത്ത പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിലെ വിരിക്കപ്പെട്ട സർവ്വ അന്ധകാരങ്ങളിലും കർത്താവ് കരങ്ങൾ ഉയർത്തി നിങ്ങളോട് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സത്വാർത്ത ഇത് മാത്രമേ ഉള്ളൂ. യേശു നിങ്ങളെ വിളിക്കുന്നു. വരിക. നിങ്ങൾ അവിടുത്തെ കാൽപാദങ്ങളിലെ, അവിടുത്തെ തൃക്കരങ്ങളിലെ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങൾ അവൻ ഏറ്റെടുക്കും. നിങ്ങളുടെ നൊമ്പരങ്ങളിലെ അവൻ മരുന്ന് പുരട്ടും. നിങ്ങളുടെ പ്രതിസന്ധികളിലെ അവൻ പ്രതിവിധി നൽകും. നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളെ കാണണേ. നീ ഞങ്ങളെ വിളിക്കുന്നുവെന്ന ബോധ്യം ഞങ്ങളുടെ കാതുകളിലെ മുഴങ്ങിക്കേൾക്കാനായിട്ട് കാരണമാക്കണേ കർത്താവേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സർവ്വ മനുഷ്യർക്കും പ്രത്യാശയുടെ വലിയ കൃപാവരം നൽകണേ. ഈ സത്വാർത്തയിലൂടെ അവർ നിന്റെ പക്കലേക്ക് വരാൻ, നിന്റെ കാരുണ്യത്തിന്റെ കടലിലെ അവിടെ പ്രതിസന്ധികൾക്ക് പ്രതിവിധി കണ്ടെത്താൻ നീ കാരണമാക്കണേ. പൗരോഹിത്യ കൃപയിൽ നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വരദാനങ്ങൾ ഉപയോഗിച്ചിട്ട് നിന്റെ മക്കൾക്ക് നൽകുന്ന ഈ ആശീർവാദത്തെ നീ സ്വീകരിക്കുമാറാകണേ. രോഗങ്ങൾ ഏറ്റെടുക്കണേ. കടബാധ്യതകളുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. നിരാശയിൽ നിന്ന് മോചിപ്പിക്കണമേ. പ്രത്യാശ കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. പുതിയ പെന്തക്കോസ്ത് എന്ന ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദിയുണ്ട്. 40-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യമുള്ളതായി തീരുന്നത് കർത്താവിന് നമ്മൾ ആശ്രയിക്കുമ്പോഴാണ്. പ്രിയ ദൈവമക്കളെ, പൂർണ്ണമായും ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ സകല തകർച്ചകളെയും ഉയർച്ചകളാക്കാൻ മതിയായ കർത്താവ് നമ്മൾ അവന്റെ മുൻപിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വലിയ ആനന്ദത്തോടെ പരിശുദ്ധാത്മ നിറവിൽ ഒന്ന് ചേർന്ന് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച് എല്ലാവരും. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ആ ബോധ്യത്തോടെ പാടിയതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ
കരുതൽ കാണാം. അബോധ്യത്തോടെ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയാൽ 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. അബോധ്യത്തോടെ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതയോടെ എല്ലാവരും ചേർന്ന് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം പരസ്പരം പങ്കുവെച്ച് ആത്മനിറവോടെ പാടി ആരാധിക്കണം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ല. ശക്തിയോടെ എല്ലാവരും ഒന്ന് ചേർന്ന് കർത്താവ് കൃപകൾ പകരുന്ന സമയം, അനേക അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടുന്ന സമയം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. എല്ലാവരും ഒരുമിച്ച് ശക്തിയോടെ അഭിഷേകം ഇതാ പെരുമഴയായി പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുക. ആഗ്രഹിച്ച് ഇരുകരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. അനേകം ജീവിതങ്ങളിൽ, അനേകം കുടുംബങ്ങളിൽ കർത്താവ് ഇടപെടുന്ന സമയം കരമുയർത്തി സ്വരമുയർത്തി നമുക്ക് യേശുവിനെ വിളിക്കാം. യേശുവേ, കരങ്ങൾ തീർക്കണമേ. അത്ഭുത വിടുതലുകൾ, അത്ഭുത സൗഖ്യങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഏറെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. പിശാചിന്റെ തലയെ തകർത്ത യേശുവിന്റെ രക്തം, രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന യേശുവിന്റെ രക്തം, പാപരോഗ ശാപബന്ധനത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്ന് യേശുവിന്റെ രക്തമേ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകണമേ. തലമുറകളെ കഴുകണമേ. രോഗപീഡിതരായിരിക്കുന്ന ജീവിതങ്ങളെ കഴുകണമേ. തകർച്ചകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്, വിട്ടുമാറാത്ത പരാജയങ്ങള് യേശുവിന്റെ അത്ഭുത രക്തത്തിന്റെ ശക്തിയാൽ വിട്ടുമാറട്ടെ. Right now in Jesus' name. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവരെ പോരാ, നിങ്ങൾ ശക്തിയോടെ യേശുവിനെ വിളിക്കേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയം ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ മുൻപിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് മക്കളെ ഒരിക്കൽ കൂടെ ആ നാമത്തെ വിളിക്കേ. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേകരെ കർത്താവെ സ്പർശിക്കണമേ. മനസ്സും അടുത്ത് എല്ലാം തകർന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ അഭിഷേകം ചെയ്യണമേ. ദുഃഖത്തിന്റെ, നിരാശയുടെ, മനോഭാരത്തിന്റെ, മടുപ്പിന്റെ, ഹൃദയവേദനയുടെ സകല അടിമത്തങ്ങളെ അങ്ങ് എടുത്തുമാറ്റി സ്വർഗീയ ആനന്ദത്താലും സമാധാനത്താലും അനേകായിരങ്ങളെ നിറയ്ക്കണമേ. Lord bless, bless, bless Lord. Hallelujah. ഞങ്ങൾ അവിടത്തെ ആരാധിക്കുന്നു. We worship Lord, we worship Lord, we worship Lord. Hallelujah, hallelujah, hallelujah. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അങ്ങ് നൽകിയ സൗഖ്യങ്ങൾക്ക്, വിടുതലിനാണ് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൽ നിന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവപ്രവൃത്തി പ്രകടമാകുവാൻ നാം എന്തു ചെയ്യണം. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ വാക്കുകളെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്. അവിടെ 3-ാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. യേശു മറുപടി പറഞ്ഞു,
ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. യേശു ഈ വചനം പറയുവാൻ അതിനൊരു പശ്ചാത്തലമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ അവിടെ വചനം ഇപ്രകാരം വെളിപ്പെടുത്തുന്നു: അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. യേശു കടന്നു പോവുകയാണ്. ഈ ശുശ്രൂഷ നമ്മുടെ ജീവിതങ്ങളിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ, നമ്മുടെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയാണ്. ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു നമ്മുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കണേ? പുറപ്പാടിന്റെ പുസ്തകം 12:12 വചനപ്രകാരം വെളിപ്പെടുത്തുന്നു. ദൈവം മോശയോട് പറയുകയാണ്, മോശ, ഈ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. നമുക്കറിയാം, സംഹാരദൂതൻ ഈജിപ്തുകാരുടെ എല്ലാ കടിഞ്ഞൂൽ സന്താനങ്ങളെയും നശിപ്പിച്ചു. അത്ഭുതകരമായ വിടുതൽ ഇസ്രായേൽ ജനത്തിന് സംഭവിക്കുകയാണ്. വീണ്ടും മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46-ാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ വചനം വെളിപ്പെടുത്തുന്നു, യേശു ജെറിക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്താ ഉണ്ടായത്? ജന്മന അന്ധനായ ബർത്തിമീസ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അവൻ അത്ഭുത സൗഖ്യമുള്ളവനായി പിന്നീട് കാണുവാനായിട്ട് കഴിയും. അപ്പൊ യേശു കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അത്ഭുത വിടുതലുകൾ ഉണ്ടാകും, അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകും. അവിടെ കർത്താവ് അടയാളങ്ങളാൽ വചനം സ്ഥിരീകരിക്കും. അനേകം ജീവിതങ്ങളിൽ ആനന്ദവും സ്വസ്ഥതയും ഉണ്ടാകും. ഈ ശുശ്രൂഷ നമ്മുടെ ജീവിതങ്ങളിലൂടെ കർത്താവ് കടന്നു പോകുന്ന സമയമാണ്. വചനം വെളിപ്പെടുത്തുന്ന, അപ്പോൾ യേശു അന്ധനായ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ യേശുവിനെ കണ്ടില്ല, കാരണം അവൻ ജന്മനാ തന്നെ അന്ധനാ. എന്നാൽ യേശു അവനെ കണ്ടു. അവന്റെ വേദനകള് സമൂഹം മുഴുവൻ അവനെ പൊട്ടക്കണ്ണ എന്ന് വിളിച്ച് അവനെ അവഗണിച്ച, അവനെ നിന്ദിച്ച, പരിഹസിച്ച അവന്റെ സകല നൊമ്പരങ്ങളും യേശു കാണുകയാണ്. നമ്മെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മെ കാണുന്ന ഒരു കർത്താവിന്റെ മുൻപിലാണ് നമ്മളെല്ലാം കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ 2-ാം വചനത്തിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ശിഷ്യന്മാര് യേശുവിനൊരു ചോദ്യം ചോദിച്ചു. ഈ അന്ധനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് എന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്? നമ്മുടെയും ഉള്ളിൽ ഇതുപോലെ കുറെ ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് എന്റെ ജോലി പോയത്? എന്തുകൊണ്ട് എന്റെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചത്? എന്തുകൊണ്ടാണ് എന്റെ മകൻ അപകടത്തിൽപ്പെട്ടത്? എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇതുപോലെ ആയത്? എന്തുകൊണ്ട് 100 എന്തുകൊണ്ടാ? ഇവിടെ ശിഷ്യന്മാരും ചോദിച്ചത് ഇതേ ചോദ്യ. എന്താ ഇതിന് കാരണം? ഇവൻ എന്തുകൊണ്ട് അന്ധനായി? ഇവൻ എന്തുകൊണ്ട് ഇപ്രകാരമുള്ളവനായി? ശിഷ്യന്മാര് ചോദിച്ചു. പ്രിയമുള്ളവരെ, ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കർത്താവ് കൊടുക്കുക. ആ കാരണത്തിലോട്ടല്ല കർത്താവ് നോക്കുന്നത്. ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളൊരു കാര്യം പങ്കുവെക്കുകയാണ്. യേശു ലോകത്തിലേക്ക് വന്നത് കുറെ ചോദ്യങ്ങളായിട്ടല്ല, യേശു ലോകത്തിലേക്ക് വന്നത് ഉത്തരമായിട്ടാണ്. ജീസസ് ഈസ് ദ ആൻസർ. പ്രിയ സഹോദര സഹോദരി, നമ്മൾ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കുമുള്ള ഏക ഉത്തരമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? എങ്കിൽ സ്വരമുയർത്തി ഒരു മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ശിഷ്യന്മാര് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് ഇനി മറുപടി കൊടുക്കുക. യേശു പറഞ്ഞു, ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമല്ല ഇവൻ അന്ധനായത്. ഇവൻ അന്ധനായി ജനിച്ചത് ദൈവപ്രവൃത്തി ഇവനിൽ പ്രകടമാകുവാൻ വേണ്ടിയാണ്. എന്തുമാത്രം അത്ഭുതകരമായ ഉത്തരമാണിത്. ദൈവപ്രവൃത്തി ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. അപ്പൊ സഹോദര, എന്തുകൊണ്ട് ഇന്ന് നീ ഇപ്രകാരം ഒരു പ്രശ്നത്തിലായിരിക്കുന്നത്? എന്തുകൊണ്ട് നിനക്ക് തകർച്ച വന്നിരിക്കണേ? സഹോദരി, എന്തുകൊണ്ട് ഈ രോഗം നീ നേരിടുന്നത്? ഇതൊന്നും ദൈവം അറിയാതെ ഉണ്ടാകുന്നതല്ല. കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. കർത്താവ് പറയാണ്, എന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ വെളിപ്പെടുവാൻ വേണ്ടിയാ. ഓ ജീസസ്,
എത്ര കൃത്യമാ കർത്താവിന്റെ വാക്കുകള്. ദൈവപ്രവൃത്തി പ്രകടമാകാൻ. അപ്പൊ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്. ഇനി ഇതെന്തുകൊണ്ടാ എന്ന് ചിന്തിച്ച് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ട. കാരണം അറിഞ്ഞത് കൊണ്ട് പ്രതിവിധി ഉണ്ടായോ? നമുക്ക് വേണ്ടത് ആൻസറാണ്. ഇവിടെ ഈശോ ആൻസറാ പറഞ്ഞു തരണേ. എന്താ ആൻസർ? ദൈവപ്രവൃത്തി വെളിപ്പെടാൻ. ഇനി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ എന്ത് ചെയ്യണം? നമ്മൾ ഈ കാര്യം അറിഞ്ഞ് ശരിയാ, പക്ഷെ ഇത് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ദൈവപ്രവൃത്തി പ്രകടമായാലാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ദൈവപ്രവൃത്തി പ്രകടമാകാൻ നാം എന്ത് ചെയ്യണം? ഒന്നാമത് ശ്രദ്ധിക്കുക. യേശു മർത്തയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. അവിടെ വചന ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്. യേശു മർത്തയോട് പറഞ്ഞു, മർത്ത, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ദൈവ പ്രവൃത്തി നമ്മളിൽ പ്രകടമാകുവാനുള്ള പ്രധാനപ്പെട്ട ദൈവിക വ്യവസ്ഥയാണ് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം. മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവാക്യമുണ്ട്. തന്റെ പ്രിയപ്പെട്ട മകൾ മരിച്ചുപോയി ഈ വാർത്ത അറിഞ്ഞപ്പോൾ ജായറോസ് അവൻ ഒരുപാട് ദുഃഖിതനായി. അവൻ ആ കുഞ്ഞിന്റെ പിതാവാ. ഒരു അപ്പൻ എന്ന നിലയിൽ ജായറോസ് വളരെയധികം ദുഃഖിതനായി, ഭാരമുള്ളവനായി അവൻ ഈശോയുടെ മുൻപിൽ വിതുമ്പി വിതുമ്പി പൊട്ടി പൊട്ടി കരയാ. കർത്താവ് ജായറോസ് നോക്കിക്കൊണ്ട് പ്രധാനമായൊരു കാര്യം പറഞ്ഞു. ഇന്ന് ഈ വാക്യം നമ്മെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നത്, ഈ ശുശ്രൂഷയിൽ മനസ്സുമടുത്ത് വേദനിച്ചിരിക്കുന്ന അനേകരെ കർത്താവ് കാണുന്നുണ്ട്. എന്റെ തലമുറയും എന്റെ ജീവിതം ഇതുപോലെ തകർക്കപ്പെടുവാൻ എന്താ ഇതിന് കാരണമെന്ന് ചിന്തിച്ച് മാനസികമായി വേദനിച്ചിരിക്കുന്ന അനേകരെ കർത്താവ് കാണുന്നു. ഇത് നിങ്ങൾക്കുള്ള ദൂതാണ്, ഇത് സ്വർഗത്തിന്റെ സ്വരമാണ്. എന്താ യേശു ജായറോസ് നോക്കിക്കൊണ്ട് പറഞ്ഞത്? യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് ഇത് കർത്താവ് അനേക ആയിരങ്ങളോട് പറയാ, ഭയപ്പെടേണ്ട. നീ അനുഭവിക്കുന്ന പ്രശ്നത്തെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത്, വിട്ടുമാറാത്ത രോഗങ്ങളെ ഓർത്ത്, സാമ്പത്തിക കടബാധ്യതകളെ ഓർത്ത്, കടക്കണികളെ ഓർത്ത് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. പിന്നെ എന്ത് ചെയ്യുക? വിശ്വസിക്ക്. അവിടെ അത്ഭുതം നടക്കും. അവിടെ അത്ഭുതം നടക്കുക. അവിടെ നടക്കുള്ളൂ. വേറെ എന്ത് ചെയ്താലും ദൈവപ്രവൃത്തി പ്രകടമാവില്ല. ഇതാ യേശു മർത്തയോട് പറഞ്ഞ, മർത്ത, നീ വിശ്വസിച്ചാൽ മതി, നീ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണ്ട. നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിൽ എന്റെ പ്രവൃത്തി ഞാൻ പ്രകടമാക്കും. എന്തൊരു വചനമാണിത് മക്കളെ! ഇത് ലിറ്ററലി നിങ്ങളങ്ങ് വിശ്വസിച്ചോ? കർത്താവ് ഇതിന് മതിയായ ദൈവ. ഞാൻ ഇപ്പോൾ ഓർക്കുക, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷന് വേണ്ടി പോയതാ. ആ കൺവെൻഷൻ ഓർഗനൈസ് ചെയ്ത വ്യക്തികള് ഞങ്ങളൊരു പ്രധാന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മറ്റൊന്നിനു വേണ്ടിയല്ല, ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി പ്രകടമായത് കാണിക്കാൻ. ഔസേപ്പിച്ചെന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അദ്ദേഹത്തിന് ഏകദേശം ഒരു 60 വയസ്സിനടുത്ത് പ്രായമുണ്ട്. 3 മക്കളെ ദൈവം ഇവർക്ക് ദാനമായി കൊടുത്തു. 2 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടി. 5ഉം 6ഉം വയസ്സുള്ള സമയത്ത് 2 പെൺകുട്ടികളും നിത്യസമാനത്തിനായി കർത്താവിന്റെ അരികിലേക്ക് പോയി. 28 വയസ്സ് വരെ ആൺകുട്ടി ജീവിച്ചു. 28ാമത്തെ വയസ്സിൽ ഈ ആൺകുട്ടിയും മരിച്ചു. 3 മക്കൾ നഷ്ടപ്പെട്ടു. നാട്ടുകാരും വീട്ടുകാരും പ്രിയപ്പെട്ടവരെല്ലാം ആ കുടുംബത്തെ നോക്കി വേദനിച്ചു. എന്നാൽ ഔസേപ്പിത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയും. ഈ ജായറോസോട് കർത്താവ് പറഞ്ഞ വാക്ക, ഭയപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യേ, ബാക്കി ഞാൻ ചെയ്യാം. ഇവരാ വചനത്തിൽ തന്നെ മുറുകെ പിടിച്ചു. ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനേകരെ ഇവർ ഉപദേശിച്ചു, പ്രായം എത്രയായില്ലേ, നിങ്ങൾക്ക് ഇനി തലമുറ വേണ്ടേ, ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ പറഞ്ഞു. പല ഡോക്ടേഴ്സും പറഞ്ഞു, ഇല്ല, ഇനി ഒരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ ഔസേപ്പിച്ചൻ പറഞ്ഞു, അബ്രഹാമിനും സാറയ്ക്കും ഇസഹാക്കിനും നൽകി അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലും ഉദരഫലം എന്നുള്ള ദൈവിക വാഗ്ദത്തം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ ബലപ്പെടുത്തുവാൻ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവ് മതിയായവനാണ്. എന്തൊരു വിശ്വാസമല്ലേ! ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൈകൾ കോർത്ത് പിടിച്ച് ദൈവം നൽകിയ മക്കളെ കുറിച്ച്, ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ ഏറ്റുപറഞ്ഞ് ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞു. നാട്ടുകാരും വീട്ടുകാരും പലരും ഇവരെ കളിയാക്കി, ഇവർ ഒറ്റപ്പെടുത്തി, ഇവർക്ക് പ്രാന്താന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ച് വട്ടായി എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ ഇതിലോട്ടൊന്നും നോക്കാതെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ഇവർ പ്രാർത്ഥിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. അവർ ആ യാഥാർത്ഥ്യം അറിഞ്ഞു. ഈ സഹോദരി ദൈവത്തിന്റെ കൃപയാൽ അവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നു, ഗർഭിണിയായിരിക്കുന്നു.
പ്രിയമുള്ള ഒരു അത്ഭുതം ഇതല്ല. മാസങ്ങൾ കടന്നു. അങ്ങനെ 7, 8, 9 മാസമായി 9-ാം മാസത്തിൽ ഈ സഹോദരി പ്രസവിച്ചു. ഒരൊറ്റ പ്രസവത്തിൽ 3 ആൺകുട്ടികൾ. ഹല്ലേലൂയ! എന്ന കരമടിച്ച് കർത്താവിന് മാത്രം കൊടുക്ക്, ശക്തിയോടെ കരമടിച്ച്. 3 ആൺകുട്ടികള്. 60 നിൽക്കുന്ന പ്രായം. ആ പ്രായത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. 3 ആൺകുട്ടികൾ. നാട്ടുകാരും വീട്ടുകാരും കൂടപ്പുറപ്പുകൾ എന്തിനെ ഡോക്ടേഴ്സ് വരെ ഞെട്ടിപ്പോയി. ഇതെന്തൊരു പ്രവൃത്തിയാ! അതേന്നെ, കർത്താവ് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഇത് സ്വപ്നമാണ് എന്ന് തോന്നിപ്പോകുമാറ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 1:37 ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിനടുത്ത് വന്ന് പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് സകലത്തിനും മതിയായവനാണ്. ഈ ഒരു വലിയ ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവ പ്രവൃത്തി പ്രകടമാകുവാൻ നമ്മെ തന്നെ പൂർണ്ണമായും കർത്താവിന്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കാം. നിങ്ങൾ ഒന്നിനെ കുറിച്ച് അസ്വസ്ഥരാകരുത്. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഹൃദ്രോഗങ്ങൾ, ലിവർ സിറോസിസ്, അലർജി രോഗങ്ങൾ, വ്യത്യസ്തമായ രോഗപീഠകൾ മൂലം വേദനിക്കുന്ന അനേകരുണ്ടെന്ന് കർത്താവ് പറയാം. നിങ്ങൾ ആരും അസ്വസ്ഥരാകേണ്ട. ദൈവപ്രവൃത്തി പ്രകടമായാൽ നിങ്ങൾ നേരിടുന്ന എല്ലാ വിഷയങ്ങൾക്കും ഉത്തരമായി അതിനുള്ള വ്യവസ്ഥയാണ് കർത്താവ് പറഞ്ഞത്. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. അവിടെ ദൈവം പ്രവർത്തിക്കും. ഈ ഒരു വലിയ ബോധ്യത്തോടെ നമ്മെ തന്നെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് സ്വർഗം പകരുന്ന അഭിഷേകത്തെ സ്വീകരിക്കാം. നമ്മളായിരിക്കുന്ന മേഖലകളിൽ, തലങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കൊരുങ്ങാം. ദൈവം അതിനായി നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.